നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 327 327. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 4-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. അതായത് തം ആഗതാം തത്ര നകശ്ചനാദ്രിയ ദ്വിമാനിതാം യജ്ഞകൃതോ ഭയാഞ്ജനാം ഹൃദേ സ്വസ്യുർവേ ജനനീം ച സാദരാ പ്രേമാശ്രുകണ്ഠ്യ പരിഷസ്വദുർമുദാം. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം വരുമ്പോൾ പറയണു, അവിടെ ആഗമിച്ചവളും അവിടെ വന്നു ചേർന്നവളും അവമാനിക്കപ്പെട്ടവളുമായ അവളെ യാഗകർത്താവിൽ നിന്നുള്ള ഭയം ഹേതുവായിട്ട് ഒരുത്തനും ആദരിച്ചില്ല. ഭഗിനികളെയും അമ്മയെയും ഒഴിച്ച് അവർ ആദരത്തോടുകൂടിയവരും പ്രേമത്താൽ അശ്രുക്കളോടുകൂടിയ കണ്ഠത്തോടുകൂടിയവളുമായിട്ട് സന്തോഷത്തോടുകൂടെ പരിശങ്കം ചെയ്തു എന്ന് പറഞ്ഞാൽ 4 പേർ ഒന്ന് നോക്കി. അപ്പോഴും ആരും റിയാക്ട് ചെയ്യണില്ല. കാരണം എന്താ? ദക്ഷ പ്രജാപതിനെ ഭയന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥമാണ് പറയണത്. ശ്രീ ശിവൻ അരുളി ചെയ്തതനുസരിച്ച് സതീദേവിക്ക് നേരിട്ട അവമാനത്തെ പറയുന്നു. ദക്ഷപുത്രിമാരിൽ വെച്ച് ഉത്കൃഷ്ടയായ സതീദേവി സദസ്സിൽ പ്രവേശിച്ചപ്പോൾ ആ സദസ്സിൽ ഇരിക്കുന്നവരാരും ആദരിച്ച് ആദരിച്ചില്ല. വിശേഷ വർത്തമാനങ്ങളൊന്നും ചോദിച്ചില്ല. അവർക്ക് സതീദേവിയിൽ ആന്തരമായ ബഹുമാനമുണ്ടെങ്കിലും യജ്ഞത്തിൻ്റെ കർത്താവായ ദക്ഷനാൽ അവമാനിക്കപ്പെട്ടിരിക്കുന്ന ശിവന്റെ പത്നിയായതുകൊണ്ട് സതിയെ ബഹുമാനിച്ചാൽ ദക്ഷൻ കോപിക്കാതിരിക്കില്ല എന്നുള്ള ഭയം കൊണ്ടാണ് സദസ്യർ ആദരിക്കാത്തത്. ഇവിടെ ഒരു കാര്യം നമ്മൾ സ്പഷ്ടമായിട്ട് പറയണം. നമ്മൾക്ക് മറ്റുള്ളവരോട് എത്ര സ്നേഹമുണ്ട്, എത്ര ആദരവുണ്ട്, അത് മനസ്സിൽ വെച്ച് നടന്നിട്ട് യാതൊരു കാര്യമില്ല. അത് എക്സ്പ്രസ് ചെയ്യണം. അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും ശരി, സഹോദരങ്ങളോടാണെങ്കിലും ശരി, നാട്ടുകാരോടാണെങ്കിലും ശരി, ഉറ്റ ചങ്ങാതിമാരോടാണെങ്കിലും ശരി, വഴി കൂടെ പോണവരാണെങ്കിലും ശരി. എന്താ അങ്ങനെ പറയാൻ കാരണം? വഴി കൂടെ സജ്ജനങ്ങൾ പോകുമ്പോൾ നമ്മളവരെ കണ്ടു എന്ന് നടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ശാവ. കാരണം എന്താ? എല്ലാവരിലും ശ്രീനിവാസൻ അല്ലെങ്കിൽ ജഗന്നിവാസൻ അല്ലെങ്കിൽ വാസുദേവൻ അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ ശിവൻ അല്ലെങ്കിൽ ശ്രീരാമൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, നാരായണൻ എന്നൊക്കെ നാമത്തോടു കൂടിയിട്ടുള്ള പരബ്രഹ്മസ്വരൂപികളാണ് എല്ലാവരും. ഇതറിയാതെ കണ്ട് നമ്മൾ വൈഷമ്യം വെച്ച് നടന്നാൽ ബുദ്ധിമുട്ടായി. എന്നാൽ ഏതെങ്കിലും തരത്തിൽ സ്വയം നന്നാവാത്തവനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാത്തവനുമായിട്ടുള്ളൊരു ദുഷ്ടനെ കണ്ടു വിചാരിക്കുക. അപ്പം എന്താ ചെയ്യേണ്ടത്? അവൻ്റെ മുഖത്ത് നോക്കണ്ട, പക്ഷേ അവൻ്റെ ആത്മാവിനെ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. എന്നാൽ നമ്മൾ ജയിച്ചു. അവൻ്റെ ദൃഷ്ടിക്ക് നമ്മൾ പാത്രീഭൂതരാവാണ്ട് വേറെ എങ്ങോട്ടേലും നോക്കി നടന്നാൽ മതി, ഒരു കുഴപ്പമില്ല. അവിടെ കണ്ടില്ല എന്നുള്ള പ്രശ്നം വരുന്നില്ല. കാരണം അതിന് വിധിയുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പം ഇവിടെ പറഞ്ഞത് സഹോദരിമാരും മാതാവും കണ്ട ഉടനെ വേണ്ടുന്ന ഉപചാരാദികൾ ചെയ്തു. സഹോദരിമാരും അമ്മയും നിവർത്തില്ലല്ലോ. പ്രേമാധിക്യം നിമിത്തം ഉത്ഭവിച്ച കണ്ണീരിനെ അവർ കണ്ടത്തിൽ തന്നെ അടക്കി. പുറത്തേക്ക് വന്നാൽ ദക്ഷൻ ഇടിച്ച് പഞ്ഞി വെക്കും ചുരുക്കത്തിലെ. അപ്പോൾ ഗൽഗതാക്ഷരത്തോടുകൂടെ കുശലം ചോദിച്ച് സന്തോഷത്തോടുകൂടെ ആലിംഗനാദികൾ ചെയ്തു.
അവർ ഗൃഹത്തിലെ ഉടമസ്ഥകളായതിനാൽ അവർക്ക് ദക്ഷനെ ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. സഹജമായ പ്രേമത്തെ മാതാവും സഹോദരിമാരും പ്രകാശിപ്പിച്ചു. എങ്കിലും സദസ്സിൽ നിന്ന് സിദ്ധിക്കേണ്ടതായ സൽക്കാരം സിദ്ധിക്കാഞ്ഞത് അവമാനം തന്നെ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇത്രയും ഗഹനമായിട്ടുള്ള ഒരു ജീവിതചര്യ നമ്മൾക്ക് എവിടുന്ന് കിട്ടും? ഇത് വായിക്കാതെ കൊണ്ട് അർത്ഥമറിയാണ്ട് ഈ ശ്ലോകങ്ങൾ ചൊല്ലിപ്പോയിട്ട് എന്താ കാര്യം? അടുത്തത് 8ാമത്തെ ശ്ലോകം പറയണു. അതും 4 വരി ശ്ലോകമാണ്. സൗന്ദര്യ സംപ്രശ്ന സമർത്ഥവാർത്തയാ മാത്രാജമാദൃശ്വസ്വഭിച്ച സാദരം ദത്താം സപര്യാം വരമാസനം ച സാ നാദത്ത പിത്രാ പ്രതിനന്ദിതാ സതി. അതിൻ്റെ വാക്കാർത്ഥം സാഹോദര്യത്തിന് മതിയായ വചനത്തോടുകൂടിയും മാതാവിനാലും മാതാവിൻ്റെ സഹോദരിമാരാലും ആദരത്തോടുകൂടും വണ്ണം ദാനം ചെയ്യപ്പെട്ട സൽക്കാരത്തെയും ശ്രേഷ്ഠമായ ആസനത്തെയും പിതാവിനാൽ പ്രതിനന്ദിക്കപ്പെടാതിരുന്ന ആ സതീദേവി എന്ത് ചെയ്തില്ല? ഇരുന്നില്ല, സ്വീകരിച്ചില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എത്രത്തോളം മനസ്സ് ചുട്ടിട്ടുണ്ടായിരിക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. സഹോദരിമാർ അവരുടെ സ്നേഹത്തെ സൂചിപ്പിക്കുന്നതിന് മതിയായ വാക്കുകളോടുകൂടെ കുശലപ്രശ്നം ചെയ്തു. അമ്മയും അമ്മയുടെ സഹോദരിമാരും ആദരപൂർവം വിശേഷ സാധനങ്ങളെ നൽകുകയും ഉത്കൃഷ്ടമായ ആസനം നീക്കിക്കൊടുക്കുകയും ചെയ്തു. എന്നാലും പിതാവിനാൽ വന്നത് സന്തോഷമായി എന്നുള്ള വാക്മാത്രത്താൽ കൂടെ സ്വീകരിക്കപ്പെടാതിരുന്ന സതീദേവി മേൽപ്പറഞ്ഞ വിധത്തിൽ മാതാവ് മുതലായവർ ചെയ്ത സൽക്കാരത്തെ ഒന്നും തന്നെ സ്വീകരിച്ചില്ല. അപ്പോൾ പറയണോ, പിന്നെ സതി എന്ന വാക്കിന് ശോഭന എന്നും പരിശുദ്ധ എന്നും അർത്ഥമുണ്ട്. സതി അപ്പോൾ നമ്മളെ പേരിടുന്നവർക്ക് അറിയണില്ല. പണ്ടൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ പിന്നെ ആൾക്കാർ ഗൂഗിളിലൊക്കെ തിരഞ്ഞിട്ടൊക്കെയാണ് പേരിടുന്നത്. അപ്പോൾ ശോഭന പരിശുദ്ധ എന്നർത്ഥത്തെ ഉപയോഗിച്ച കവി ദക്ഷൻ്റെ അഭിമാനം നിമിത്തം സതിയെ ആദരിക്കാത്തത് അനർത്ഥകാരണമെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ്. ഇനി ഇവിടെ ഇപ്പോൾ നമ്മളൊരു പിറന്നാളിന് ക്ഷണിച്ച് പോവുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വിവാഹത്തിന്, അല്ലെങ്കിൽ ഒരു ഷഷ്ടിപൂർത്തിക്ക്, അല്ലെങ്കിൽ ഒരു 84ാം പിറന്നാളിനോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എക്സെപ്റ്റ് മരണം വീട്ടിലത്തെ കാര്യം ഞാൻ പറയണില്ല. അപ്പം നമ്മളൊരു 4-5 ആൾക്കാരായിട്ടാണ് ഒപ്പം കയറി ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് മാത്രം ഹസ്തദാനം ചെയ്ത് വന്നത് വളരെ നന്നായി എന്ന് മുഖത്ത് നോക്കി പറയുകയും മറ്റുള്ളവരെ മുഖം കാണിക്കാതെ കണ്ടും ഗൃഹനാഥൻ ഇരുന്നാൽ ആ ബാക്കിയുള്ള 3-4 ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ശ്രദ്ധിക്കണം ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ളത്. ഒരു വീട്ടിലേക്ക് ഒരേ സമയത്ത് 3-4 ആൾക്കാരെ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു പിറന്നാളിനോ കയറി ചെല്ലുമ്പോൾ ഗൃഹനാഥൻ അതിൽ ഏതെങ്കിലും ഒരാളെ മാത്രം നമ്മൾക്ക് അറിയണവരാവാം, അറിയാത്തവരാവാം, വളരെ സന്തോഷമായിട്ടോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കത് ഒരു വിഷമാവും. അപ്പം എപ്പോഴും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഹോസ്റ്റുകൾ, ഗൃഹനാഥന്മാർ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. കാരണം ഒരു സമൂഹത്തിലുള്ളവരെ ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവമാനിക്കാൻ പാടില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഗുണപാഠങ്ങൾ നമ്മൾക്ക് എവിടുന്നാണ് കിട്ടുക? സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഉറപ്പായില്ലോ. ഇനി 9ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. അരുദ്രഭാഗം തമ്മവേക്ഷ അദ്ധരം. അദ്ധരത്തിൽ യജ്ഞത്തിൽ അരുദ്രഭാഗം, ഭഗവാന്റെ രുദ്രനുള്ള ഭാഗം കണ്ടില്ല എന്നാണ് പറഞ്ഞത്. പിത്രാച ദേവേ കൃതഹേളനം വിഭു അനാദൃത യജ്ഞസദസ്യധീശ്വരീ ചുഗോപലോകാൻ ഇവ ദക്ഷതീരുഷാം. ഈ ശിവന് ലോകൈക ഗുരു എന്നൊരു സ്ഥാനം കൂടിയുണ്ട്. ലോകൈക ഗുരു. ഒരു ഗണപതി ഹോമം ചെയ്യുകയാണെങ്കിലും ആദ്യം പീഠം വരച്ച് വസ്ത്രം വെച്ച്
അല്ലേ? അങ്ങനെ പീഠം വരച്ച് അതിൽ അരി നെല്ലൊക്കെ ഇട്ട് പിന്നെ പീഠം പിന്നെ എന്താണെന്ന് പറയുക, പീഠത്തിന് എണത്തോർത്തോ അല്ലെങ്കിൽ പിന്നെ ഡബിൾ മുണ്ടോ വയ്ക്കും. അതിൻ്റെ മുകളിലൊരു നാളികേര വയ്ക്കുക. നാളികേരം വെച്ചിട്ട് ഒരു 3 ദർഭപ്പൂലെടുത്ത് അതിൻ്റെ തലപ്പ് കെട്ടിയിട്ട് അതിലിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് ശിവഭഗവാനാണ്. അപ്പോൾ ഗണപതി പൂജ ചെയ്യണമെങ്കിൽ ശിവനില്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണെന്നാ പറയുക, ഭാവവ്യത്യാസങ്ങൾ, ഭാവതലങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമല്ലേ ഭക്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ പറഞ്ഞു, പിന്നെ രുദ്രഭാഗത്തോടു കൂടാത്തതായ ആ യാഗത്തെയും സർവത്തിനും സമർത്ഥനായ ദേവനിൽ പിതാവിനാൽ ചെയ്യപ്പെട്ട ധിക്കാരത്തെയും ആലോചിച്ചിട്ട് യജ്ഞസദസ്സിൽ ആദരിക്കപ്പെടാതിരുന്ന രാജരാജേശ്വരി. അപ്പോൾ സതീദേവിയുടെ പേരെന്താണ്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്താ? രാജരാജേശ്വരി. രാജരാജാവാണ് ആര്? രാജാതിരാജനാണ് ആര്? ശിവൻ. അപ്പോൾ ശിവന്റെ വാമഭാഗം രാജരാജേശ്വരിയാണ്. അതുകൊണ്ട് ആ രാജരാജേശ്വരി ലോകങ്ങളെ ക്രോധത്താൽ ദഹിപ്പിക്കപ്പെട്ടവളോ എന്ന് തോന്നുമാറെ കോപിച്ചു എന്നാ. ഇപ്പം എല്ലാം ഭസ്മാക്കും എന്നുള്ള നിലയിൽ. ഇനി അതിൻ്റെ ഭാവാർത്ഥം കേൾക്കുക. യാഗശാലയിൽ ദേവി നോക്കി ശ്രീരുദ്രനുള്ള ഭാഗം സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് കണ്ടു. അപ്പോൾ സർവത്തിനും സമർത്ഥനായിരിക്കുന്ന സ്വഭർത്താവായ രുദ്രനെ യാഗത്തിന് ക്ഷണിച്ചിട്ടുമില്ല. സ്വയമേവ യാഗസദസ്സിൽ വന്നിരിക്കുന്ന തന്നെ സമുചിതമായി സ്വീകരിച്ചിട്ടുമില്ല. അപ്പം മകളെന്നുള്ള അർത്ഥത്തിലല്ല, ഇനി എങ്ങനെ ഭഗവാന്റെ ഭാര്യയാണ്, ആ ഒരു സ്റ്റാറ്റസ് കാണിക്കണം. അപ്പം ഇതെല്ലാം നന്നായി ആലോചിച്ച രാജരാജേശ്വരിയായ ഭഗവതി ഈ ക്ഷണമാത്രത്തിൽ 14 ലോകങ്ങളെയും ദഹിപ്പിക്കുവാൻ ഭാവിക്കുന്നുവോ എന്ന് തോന്നുന്ന വിധം യജ്ഞസദസ്സിൽ സ്വകോപത്തെ പ്രകാശിപ്പിച്ചു എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകം എന്താ പറഞ്ഞത്? ശ്ലോകം 10. ജഗർഹ സാമർഷ വിപന്നയാ ഗിരാ ശിവദ്വിഷാം ധൂമപദശ്രമസ്മയം സ്വതേജസാ ഭൂതഗണാൻ സമുദ്ധിതാൻ നിഗൃഹ്യ ദേവി ജഗതോ അഭിശൃണ്വതാം. ഇവിടെ സ്വതേജസ, ആ വാക്ക് മറക്കാൻ പാടില്ല. സ്വതേജസ, എനിക്കും നിങ്ങൾക്കും സതീദേവിക്കും എന്നല്ല, ഈ യൂണിവേഴ്സിൽ, ഈ പ്രപഞ്ചത്തിൽ ആർക്കും സ്വന്തം ശരീരശുദ്ധിയും സ്വന്തം മനഃശുദ്ധിയോടും കൂടി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം കിട്ടുള്ളൂ. നമ്മൾക്ക് വേണ്ടി വേറൊരാൾ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം തരിക എന്നുള്ളത് നമ്മുടെ ആവശ്യമില്ല, അവരുടെ ആവശ്യമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ദ്വൈതത്തിൽ ഭ്രമിച്ച് നമ്മളൊന്നും ചെയ്യരുത്. ദ്വൈതത്തിൽ ഭ്രമിക്കണ്ട. അദ്വൈത സിദ്ധാന്തത്തിൽ മനസ്സുറപ്പിച്ചാൽ രക്ഷപ്പെടാം എന്നാ. എന്താ അദ്വൈതം? തന്നിൽ കവിഞ്ഞൊരു ദൈവമില്ല എന്ന് തന്നെ പറയാം. തന്നിലെ ചൈതന്യമാണ് പരബ്രഹ്മം എന്ന് അസന്നിഗ്ധമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ് പറയണത്? ആ ദേവി എഴുന്നേറ്റ് പുറപ്പെട്ട ഭൂതഗണങ്ങളെ സ്വവീര്യത്താൽ അടക്കിയിട്ട്. അപ്പോൾ ഈ അപമര്യാദ അവിടെ കണ്ടപ്പോൾ ഭൂതഗണങ്ങളൊക്കെ നീട്ടു ഇവരോട് പകരം ചോദിക്കാൻ. അപ്പോൾ ഭഗവതി പിന്നെ തൻ്റെ ഭൂതഗണങ്ങളെ അടക്കി. പ്ലീസ് കീപ് ക്വയറ്റ്. ഇംഗ്ലീഷിലല്ല കേട്ടോ പറഞ്ഞത്, സംജ്ഞ കണ്ണുകൊണ്ടോ അങ്ങനെ ഒരു ആദേശം കൊടുത്തു. ഞാൻ എന്താ വെച്ചാൽ ചെയ്തോളാം, നിങ്ങളൊന്നും ഇപ്പോൾ ചെയ്യണ്ട എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഭൂതഗണങ്ങളെ സ്വവീരത്താൽ അടക്കിയിട്ട് ലോകർ കേൾക്കെ കർമ്മമാർഗ പരിശ്രമത്താൽ ഗർവത്തോടു കൂടിയിരിക്കുന്ന ശിവദ്വേഷിയെ ക്രോധത്താൽ വ്യത്യസ്ത വർണ്ണത്തോടുകൂടി വാക്കിനാൽ നിന്ദിച്ചു. വാക്കിന് വാളിനേക്കാൾ മൂർച്ച കൂടും. അതെങ്ങനെയാ? ഞാൻ ഭാവാർത്ഥം. ദേവിയുടെ ക്രോധം ഉജ്ജ്വലിച്ചപ്പോൾ അവിടെയുള്ളവരെല്ലാം ധ്വംസിപ്പാനുള്ള ഒരുക്കത്തോടു കൂടിയ ദേവിയെ പരിചാരകന്മാരായ ഭൂതഗണങ്ങൾ എഴുന്നേറ്റ് നിന്നു ഗൗരവത്തോടെ
ഗൗരവത്തോടു കൂടിയ സംജ്ഞ മാത്രത്താൽ അവരെ അടക്കി. പുകയേറ്റ് കണ്ണുകലങ്ങിയിരിക്കുന്നതുപോലെ ഗർവത്താൽ മനസ്സിനും കലക്കം തട്ടിയിരിക്കുന്ന ശിവദ്വേഷിയെ അവിടെയിരിക്കുന്ന സകല ജനങ്ങളും കേൾക്കത്തക്കവണ്ണം ക്രോധത്താൽ വ്യത്യസ്ത വർണ്ണങ്ങളോടുകൂടെ പുറപ്പെടുന്ന വാക്കിനാൽ ഭഗവതി അധിക്ഷേപിച്ചു എന്നായി. ശ്രീദേവി ഉവാച, ഭഗവതി എന്താ അരുളിയത് അവിടെ? ക്രോധത്താൽ. അതാണ് പറഞ്ഞത്. ശ്ലോകം 11. നയസ്യ ലോകേ അസ്ത്യതിശായന പ്രിയ തഥാ പ്രിയോ ദേഹഭൃതാം പ്രിയാത്മനാം തസ്മിൻ സമസ്താത്മനി മുക്തവൈരികേ ഹൃദേ ഭവന്തം കഥമ പ്രദീപയേത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വാക്കാർത്ഥം പറയാം. ശരീരികളുടെ പ്രിയഭൂതനും അന്തര്യാമി ആത്മാവുമായിരിക്കുന്ന യാതൊരുവന് ലോകത്തിൽ അതിശയിക്കത്തക്കവൻ ഇല്ല. ഭഗവാനെ അതിശയിപ്പിക്കത്തക്ക വിധത്തിൽ ആരുമില്ല. അതായത് വിഷ്ണുവിന് ശിവനും, ശിവന് നാരായണനും, അത്രയേ ഉള്ളൂ. അപ്പോൾ പറയണു അപ്രകാരം പ്രിയനും അപ്രിയനുമില്ല. ഈ ഒരു വാക്ക് നമ്മൾ വളരെയധികം ഗൗരവത്തിലെടുക്കണം. വിഷ്ണുവിനാണെങ്കിലും ശരി, ഭഗവതിക്കാണെങ്കിലും ശരി, ശിവനാണെങ്കിലും ശരി, ഹനുമാനാണെങ്കിലും ശരി, അയ്യപ്പനാണെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിക്കും തിരുമല വെങ്കടാചലപതിക്കാണെങ്കിലും ശരി, അവർക്ക് പ്രിയനും അപ്രിയനുമായിട്ട് ആരുമില്ല. കാരണം എന്താ? അവര് ശക്തിയുടെ സ്രോതസ്സാണ്. അവർക്ക് രൂപമില്ല. മനസ്സിലായോ? ഇപ്പോൾ അതാത് തട്ടകത്തിൽ താമസിക്കുന്ന ഭക്തന്മാരെ കോമരം തുള്ളി വന്ന് കൽപ്പിക്കും. 64 ദേശത്തിൻ്റെ ഉടമയായ ഞാൻ നിങ്ങളുടെ മുമ്പും ബിമ്പും ഇടവും വലവും താഴും മേലും 10 ദിക്കിലും നിന്ന് സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പില്ലേ? ഉണ്ടായി പറയും വരും. ഞാൻ നിന്ദിച്ചുകൊണ്ടല്ല പറഞ്ഞത്. അത് ആർക്കുള്ളതാ? സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, മനസ്സിന് നിർവൃതി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു കൽപ്പനയാണത്. ഈ കൽപ്പന കേട്ടിട്ടുള്ള ആൾക്കാർ തന്നെ ചിലപ്പോൾ 24 മണിക്കൂറിൽ മരിക്കണവരുണ്ട്, 24 വർഷം കഴിഞ്ഞിട്ട് മരിക്കണവരുണ്ട്, എല്ലാവിധ അസുഖങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, സമ്പന്നരാവണവരുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അന്തര്യാമിയായി വർത്തിക്കുന്ന, കൂടസ്ഥനായി വർത്തിക്കുന്ന, സർവജീവ ഗുഹാശയനായിട്ട് വർത്തിക്കുന്ന ആ തേജസ്സാണ് ബ്രഹ്മമെന്നും നമ്മുടെ സന്തോഷത്തിനും സന്താപത്തിനും കാരണം ആനന്ദമൂർത്തിയായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപത്തെ അവലംബിക്കാതെ കണ്ട് ക്ഷുദ്രജീവികളെ കൊന്ന് കഴിക്കാനുള്ള താല്പര്യത്തോടുകൂടി തുച്ഛമായ രീതിയിൽ ഈശ്വരശക്തിയെ വിനിയോഗിക്കലാണ് മഹാപാപം. അതവിടെയാണ് നമുക്ക് തെറ്റുപറ്റണത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഭഗവാന് പ്രിയനും അപ്രിയനുമില്ല. ഞാനും നിങ്ങളും ഓരോരുത്തരും ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങളുടെ പ്രതിഫലം നമ്മൾക്ക് കിട്ടണു. അത് ആര് നിഷ്കാമകർമ്മം ചെയ്യണു അവന് LUCK ലക്ക് കൂടി വരും. കാരണം എന്താ? അവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവൻ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു അസന്നിഗ്ധ സമയത്ത് നമ്മൾക്ക് കാവലായിട്ടുണ്ടാവും. ഇപ്പോൾ സേവിങ്സ് ബാങ്ക് തുടങ്ങിയോണ്ട് കാര്യമില്ലല്ലോ. അതിൽ ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ? ഡിപ്പോസിറ്റ് ചെയ്തതൊക്കെ ഇന്നലെ ഡിപ്പോസിറ്റ് ചെയ്തത് ഇന്ന് എടുത്തു, അല്ലെങ്കിൽ ഇന്ന് കാലത്ത് ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചേക്ക് എടുത്താൽ പിന്നെ ബാലൻസ് ഉണ്ടാവുമോ? ബാലൻസ് ഇല്ലെങ്കിൽ നാളെ ഒരു അത്യാപത്ത് വരുമ്പോൾ നമ്മൾ ചെക്ക് കൊടുത്താലോ ATM കാർഡ് ഉപയോഗിച്ചാൽ നമുക്ക് കാശ് കിട്ടുമോ? കിട്ടില്ല. ഇതെന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണില്ല? അപ്പോൾ ഭഗവാന് പ്രിയനും അപ്രിയനുമില്ല. സകലരിലും ആത്മാവായും നിർവൈരനായും ഇരിക്കുന്ന ഭഗവാനല്ല നമ്മളോട് വൈരമില്ല. പിന്നെയോ സ്വഭാവദൂഷ്യമുള്ള ആൾക്കാരോട് നമ്മൾക്ക് വൈരുണ്ടാവാം. പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ നമ്മൾ അപമാനിക്കരുത്. അതുകൊണ്ടാണ് മുഖം കൊടുക്കാതെ കണ്ട് ആ വ്യക്തിയുടെ ആത്മാവിന് നമസ്കാരം നമുക്ക് സമർപ്പിക്കാം. എന്നാൽ എന്തായി? ഈ ആത്മാവ് യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു റൈറ്റ് കയറും,
ഒരു ടിക്ക് മാർക്ക് കയറും. നേരെ കുറച്ച് നമ്മൾ അയാളെ മനസ്സുകൊണ്ട് അഭിവാദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചില്ല, ചില ഒരു ഇൻഡു മാർക്ക് വരും. അപ്പോൾ ഇൻഡു മാർക്ക് വരണോ ടിക്ക് മാർക്ക് വരണോ? ഇതാണ് ചോദിച്ചതിൻ്റെ താല്പര്യം. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, സകലരിലും ആത്മാവായും നിർവൈരനായും ഇരിക്കുന്ന ആ ഭഗവാനിൽ അങ്ങയെ കൂടാതെ ഏതൊരുവൻ വിപരീതം പ്രവർത്തിക്കും? ഇതാരോടാ ചോദിക്കണത്? ദക്ഷ പ്രജാപതിയോട്. അപ്പം അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ഇത് മുതൽ 13 പദ്യങ്ങൾ ശ്രീ സതീദേവി പറയുന്ന വചനമാണ്. എത്ര? 13 ശ്ലോകങ്ങൾ. നിർവൈരനായ ഒരുവനിൽ വൈരഭാവം അയുക്തമാണെന്ന് ഒന്നാമതായി പറയുന്നു. ഒരു വിധത്തിലും വൈരമില്ലാതിരിക്കുന്ന ശിവനിൽ ഭവാൻ ഏകനല്ലാതെ, അതായത് ഈ ദക്ഷപ്രജാപതി അല്ലാതെ കൊണ്ട് മറ്റേതൊരുവൻ ഇപ്രകാരം വിപരീതം പ്രവർത്തിക്കും? അഹോ കഷ്ടം. നിർവൈരനെന്ന് പറഞ്ഞതിനും കാരണം ലോകത്തിൽ ഐശ്വര്യാദികൾ അധികരിച്ചിരിക്കുന്നവരിൽ ഒരുവൻ മത്സരിച്ചു എന്ന് വരാം. ശ്രീ ശിവനെ ഐശ്വര്യാദികൾ കൊണ്ട് അതിക്രമിക്കുന്ന ഒരുവൻ ഈ ലോകത്തിൽ ഇല്ലാത്തതിനാൽ ആ സംഗതിയിൽ മത്സരിപ്പാൻ കാരണമില്ല. സ്വപ്രയോജനമെങ്കിലും എന്താ പറയുക, സ്വപ്രിയന്മാർക്ക് വേണ്ടി ലോകത്തിൽ ഒരുവൻ മറ്റൊരുവനിൽ മത്സരിച്ചു എന്ന് വരാം. ശ്രീ ശിവന് ലോകത്തിൽ ഒരുവൻ പ്രിയനായിട്ടും മറ്റൊരുവൻ അപ്രിയനായിട്ടുമില്ല. അതിനാൽ ആ വിധത്തിലും മത്സര കാരണമില്ല. അപ്പോൾ പറയണു, സകല ജനങ്ങളും ഏതൊരാത്മാവിൽ പ്രീതിയെ അപേക്ഷിച്ചിട്ട്, പ്രീതി മമതയല്ല, പ്രീതിയെ അപേക്ഷിച്ചിട്ട് ഇതരങ്ങളെ പ്രിയ വിഷയങ്ങളായി വച്ചിരിക്കുന്നുവോ സകല പ്രാണിവർഗത്തിൻ്റെയും ഹൃദയഗുഹയിൽ പ്രകാശിക്കുന്ന, ഇത് വായിക്കാണ്ട് പോരുത്, ഇത് മനസ്സിലാക്കാണ്ട് പോരുത്, സകല പ്രാണിവർഗത്തിൻ്റെയും ഹൃദയഗുഹയിൽ പ്രകാശിക്കുന്ന ആ പരമാത്മാവായ ശ്രീ ശിവൻ സകലരുടെയും പ്രിയസ്വരൂപനാകുന്നു. ഇത് ഭാഗവതത്തിലാണ് പറഞ്ഞതെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ശിവനും നാരായണനും വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ശൈവജ്ഞന്മാരാണ്, ഞങ്ങൾ എന്താ പറയുക വൈഷ്ണവരാണെന്ന് പറഞ്ഞ് ലഹള കൂടുന്നതാണ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പരമാത്മാവായ ശ്രീ ശിവൻ സകലരുടെയും പ്രിയസ്വരൂപനാകുന്നു. ആയതിനാൽ ഒരു വിധത്തിലും ആരിലും വൈരമില്ലാതിരിക്കുന്ന സമസ്ത ആത്മഭൂതനായ ആ ഭഗവാനെ ഭഗവാനല്ലാതെ ഏതൊരുവൻ ദേഷിക്കും? അഹോ പരമകഷ്ടം എന്നാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പരമകഷ്ടമായ കാര്യങ്ങൾ നമ്മൾ ആരും ചെയ്യാതെ കണ്ട് ഇരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നേരായ മാർഗത്തിൽ ജീവിത സന്ധാരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പരമശിവൻ്റേതായിക്കോട്ടെ, അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീ ഹരിയുടേതായിക്കോട്ടെ, അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്ന് വീണ്ടും വീണ്ടും സമാശ്വസിക്കുന്നു. അതേപോലെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. തെറ്റായിട്ട് ഈ എപ്പിസോഡ് 327 എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ല 337. നമസ്കാരം.